ചൈന എങ്ങനെ ഇന്നത്തെ നിലയിലായെന്നും അത് നിലനിർത്തുവാൻ അവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് ഈ അടുത്തിടയ്ക്ക് ചൈനയിലേക്ക് നടത്തിയ ഒരു യാത്രയിൽ എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചു. കുട്ടികളിൽ ഒരു ഓൺട്രപ്രണർ മനോഭാവം വളർത്തുക എന്നതാണ് ഒന്ന്. വളരെ വലിയ ഒരു ഷോപ്പിംഗ് മാളിന്റെ തിരക്കേറിയ ആ പാസേജിൽ വച്ചാണ് 2.5 അല്ലെങ്കിൽ 3 വയസ്സായ ആ കുട്ടി എന്നെ തട്ടി വിളിച്ചത്. എന്താണ് എന്നറിയാതെ തിരിഞ്ഞു നോക്കിയ എൻ്റെ കയ്യും പിടിച്ച് അവൻ നേരെ നടന്നു പോയത് അവൻ്റെ അമ്മ നടത്തുന്ന ആ കടയിലേക്കാണ്. അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതിൽ നല്ലതെന്ന് തോന്നുന്ന ഒരു പ്രൊഡക്റ്റ് അവൻ എന്നെ കാണിക്കുകയും അതിൻ്റെ വില പറഞ്ഞ് എന്നെ അത് കൺവിൻസ് ചെയ്യിക്കുവാനും അവന് സാധിച്ചു. വില പറയുവാനോ പണം വാങ്ങി ബാക്കി തരുവാനോ ഭാഷ അവനൊരു തടസ്സമായിരുന്നില്ല. ചുറ്റും നിന്നിരുന്നവർ അവനെ പ്രോത്സാഹിപ്പിച്ചു. അവൻ്റെ കടയ്ക്കുള്ളിൽ അവൻ്റെ നാട്ടുകാരനോട് ബിസിനസ് ചെയ്യുന്നതായിരിക്കില്ലേ അവന് കൂടുതൽ എളുപ്പം. അവൻ എന്തുകൊണ്ട് പുറത്തിറങ്ങി വിദേശിയായ എന്നെ തട്ടി വിളിച്ചു? നമ്മുടെ കംഫർട്ട് സോണിലിരുന്നല്ല ബിസിനസ് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് എന്ന വലിയ പാഠം അവൻ എന്നെ പഠിപ്പിച്ചു തന്നു. ഇത് ചെയ്യുന്ന ആ കുട്ടി നാളെ ഒരു വലിയ ബിസിനസ്സിൽ ഏർപ്പെട്ട് അവൻ്റെ രാജ്യത്തെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ പലയിടത്തും കുട്ടിക്കച്ചവടക്കാരെ വളരെയധികം കാണാൻ സാധിച്ചു. സന്തോഷ് ജോർജ് കുളങ്ങര സാർ പറയും പോലെ അല്പം പണവും സൗകര്യവും വരികയാണെങ്കിൽ ഇന്ത്യക്കാർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ആദ്യ രാജ്യങ്ങളിലൊന്ന് ചൈന തന്നെയാണ്.